ಬಂತು ಎಲ್ಲ ಮತ್ತು ಒಂದು ചെറിയ സൗകര്യത്തിൽ അവിടെ ഫുഡും അവിടെ വ്യവസ്ഥ എന്തും ഇല്ലാത്ത ഇവിടുത്തെ ആൾമാർക്കാണ് ഒരു മൊത്തം കണ്ണിൽ തന്നെ ഇറങ്ങിയത് ചുണ്ടി ഇത്ര വലിയ വിസിലാല് 2-4 ഒരു ഫോൺ കൂടിയിട്ടുണ്ടാക്കല്ലേ എന്നിട്ട് 10 പൈസ കൈമടക്കി എടുത്തോണ്ടില്ല കർശനമായിട്ട് താക്കിയതാക്കിയത് കാരണവാടിയോട് ബോധ്യറാണ്. അങ്ങനെ നിർബന്ധിച്ചിട്ട് ഡ്രൈവറോട് ചെന്നിട്ട് ഡീസലിന്റെ പൈസ ആണ് കൊടുത്ത ചൊന്നനാണ് പൈകന്തൊരാളായ ഇത്രയും വലിയ മഹാൻ അനുസ്മരണം കൂടിയല്ലേ. ഇത്ര നല്ല ആള് സാധാരണ എല്ലാ മൊത്തം ഉപദേശം ഡോക്ടർമാരും തയ്യാറ് പോകണ്ട, ഓപ്പറേഷൻ ആക്കണ്ട, ഇങ്ങനത്തെ ചിലപ്പോൾ നമുക്കെല്ലാവരും ദമനായി ഇയാളവസ്ഥ ഒരാൾക്ക് തന്നെ പോലത്തെ ഈ ദുർബല ബുദ്ധിരാളാണ് ഇയാളങ്ങനെ എത്ര ഓപ്പറേഷൻ പിടിക്കല്ല ഓപ്പറേഷൻ ആവില്ല, അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ഇല്ല. മാന്യമായ രൂപത്തിൽ കുടുംബത്തോടു കൂടി കങ്കുലുക്കളുടെ രൂപത്തിലുള്ള മരണം അള്ളാഹു അനുഗ്രഹിച്ച ചന്ദ്രന്റെ മരണത്തെ പറട്ടെ. അപ്പൊ അതുപോലത്തെ ആറും കൂടി ബാക്കിയല്ല, ഇവിടെ ആറും ബാക്കിയാവില്ല ചൊല്ലുന്ന ദൃഢമായ വിശ്വാസത്തോടു കൂടിയ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം 10-12 ആള് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ മുണ്ടൻ തെച്ചില്ല. അങ്കിൾ ഇവിടെ വെൽക്കമാർക്ക് ഒരേ ഒരു മുസ്ലിം കൂടെ ഇല്ല, SSF ഇല്ല, മുസ്ലിം ജമാഅത്തിൽ ഒരു മുസ്ലിം കൂടെ ഇല്ല. പക്ഷേ അങ്ങനെ ഞങ്ങളുടെ ജീവന ശൈലി, ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ കുറഞ്ഞ പെരുമാറ്റം കൊണ്ട് ആത്മാർ ആകർഷിതരായാൽ സർവ സൗകര്യം ചെയ്തു കൊടുത്താൽ പല്ലുകെട്ടവും പക്ക് കൊടുത്താൽ അങ്ങനെ കൊറിയ സമയത്തിൽ ഒരു 10 ചൊല്ലറ പല്ല് കെട്ടിയാണ്. ഞങ്ങളെ കർണാടകത്ത് ബാർക്കോട്, മേക്കാലത്ത് ജുമാഅത്ത് പള്ളി, കാസർഗോഡ് മാലിക്കുദ്ദീനാർ പള്ളി അടക്കമുള്ള ഫസ്റ്റ് പള്ളി തൃശ്ശൂർ ഇട്ടുകൊണ്ടു ചെയർമാൻ മസ്ജിദ് അല്ലേ, ദ ഫസ്റ്റ് മാസ്ക് ഇൻ ഇന്ത്യയുടെ ബോർഡ് എഴുതി. ഇത് ഭാരതದ പ്രഥമ മസ്ജിദ് എന്നൊരു ബോർഡ് എഴുതി ആ പള്ളി കിട്ടിയാറ്. അങ്ങ് പള്ളിയുടെ ഉദ്ഘാടനം ആക്കിയാൽ അങ്ങായിട്ട് ഇപ്പോൾ 2000 വർഷം 1400 വർഷമാകുമ്പോൾ എത്ര ലക്ഷം പള്ളിയാണ്. 25 കോടി ദൂരമുള്ള മുസ്ലിം സദസ്യന്മാർ അങ്ങനെ ദൗത്യ 10 ആളുകളുടെ പണി കൂട്ടു കുടുംബ എല്ലാം പൊട്ടിട്ടങ്ങോടെ വന്ന് ഹിദ്മത്തെടുത്താണ്. ഇപ്പൊ നമുക്ക് യൂണിറ്റിൽ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ തിങ്ങത് തുറക്കാൻ അവിടെ എട്ടുണ്ടാവും. നമുക്ക് പുരുഷത്തില്ലേ, മനസ്സില്ലേ, അതെല്ലാം ആ മീറ്റിംഗ് നടക്കായ പോകട്ടെ ഉദ്ദേശമാണ്. എന്തിനും അല്ലാഹു നൽകത്തില്ല. പിന്നെ അങ്ങനെ പറയുന്നത് ഒരു സാമാന്യ ചോദ്യ എന്തിനും ഇത് സമുദായത്തോട് ചൊല്ലി വലിയ വച്ചനല്ലേ. അവിടെ ദീന ഖിദ്മത്ത് ഒരു ടീം റെഡിയാക്കിയിട്ട് ആ ടീമിൽപ്പെട്ട നീ കൂടി ഒരു ടീമാണ്. നീ പോകണ്ട പിന്നർത്താക്കത്തല്ലേ, നീ എന്തിയോട് മെമ്പറായേ അതല്ലേ മര്യാദ രാജിവെച്ച് പോയിട്ട് ഇന്നത്തെ കാട്ടല്ലേ. അവിടെ എന്തെങ്കിലും ഒരു ദീന ഖിദ്മത്ത് അവിടെ അത് നീ ആയില്ലേ, നിന്റെ കാണ വലിയ ബെടക്ക് ആറ് അള്ളാഹു നടത്താക്കട്ടെ. തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. എപ്പോഴും അപരൂപത്തിൽ വെച്ചിട്ട് സർക്കിളിന്റെ വിളിച്ചാൽ ഈ യൂണിറ്റിനെല്ലാം കൂട്ടി ഒരു സർക്കിൾ ഉണ്ട്. ഞങ്ങളെ തറവാട്, ഞങ്ങളെ സംഘടന, ഞങ്ങളെ മേൽഘട്ടകത്തെ നേതാക്കന്മാരുള്ള സ്റ്റേറ്റ് രംഗമുണ്ടാകും, ജില്ലാ രംഗമുണ്ടാകും. എന്തിനാക്കൊരു സമാലോചനയോട് ചെന്നിട്ട് ബന്ധത്തു ഊട്ട നിങ്ങൾ ബന്ധാറ് അതൊക്കെ പുരുഷത്തില്ല. പിന്നെന്തിനെ കൊണ്ട് നിരീക്ഷായി നിങ്ങളെ ഇങ്ങനത്തെ മനുഷ്യന്മാരല്ല സംഘടന കൊല്ലുടെ ഈ സർക്കിൾ സമാവേശം വെച്ച് മര്യാദ രാജിവെച്ചു ആവില്ല. നിങ്ങൾക്ക് ಗೊತ್ತುಂಟಾ ഇന്നലെ 10 ಗಂಟೆ 12 ಗಂಟೆಗೆ വിളിച്ചിട്ട് ജാവ് 9 ಗಂಟೆ ഒരു മീറ്റിംഗ് കൂടി എവിടെ വീരേന്ദ്ര 10 പൈസ ബസിന പൈസ കൊടുത്തിട്ടില്ല, TAT ആരും കൊടുത്തിട്ടില്ല. ഇതേ മുസ്ലിം ജമാഅത്തിലെ നേതാക്കന്മാർ ഏതേതരായ സ്റ്റേറ്റ് കമ്മിറ്റി അവതരണം ഇസ്മായിൽ മാസ്റ്റർ വന്നു, ഗുൽബർഗ ബീദർ ഗുൽബർഗ ബീദറിവിടെ 1,000 കിലോമീറ്റർ 800 കിലോമീറ്റർ ദൂരം ബാംഗ്ലൂരിൽ പണ്ടാറ്, ಹಾವೇರಿ ಪಟ್ಟಾರು, ಗದಗ ಪಟ್ಟಾರು, ಬಳ್ಳಾರಿ ಪಟ್ಟಾರು, ವಿಜಯನಗರ ಜಿಲ್ಲೆ ಪಟ್ಟಾರು, ಎಲ್ಲ ಪಟ್ಟಾರು. അവിടെ വേറെ
സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് വാരത്തിലെ 25-20 മീറ്റിംഗ് അറ്റൻഡ് ആവണ ആൾമാരുണ്ടാ അങ്ങനെ മലക്കുന്ന കുഞ്ഞുങ്ങൾ അനക്കത് TAD കൊടുക്കില്ല. ഓരോ ആൾമാർക്ക് അങ്ങനെ പ്രോബ്ലംസ് ആണ്. എനിക്ക് മനപ്പാക്കില്ല ഒരു നിങ്ങളൊരു ഉസ്താദ് ഒരു നല്ല ദീന ഖിദ്മത്ത് ഞാൻ അയാൾ 25-30 സ്റ്റഡി ആയിക്കൊണ്ടില്ല. അയാൾ ഔട്ട് പ്രോബ്ലം പെണ്ണിങ്ങൊക്കെ നടക്കൂട്ടിയില്ല വീൽ ചെയർ. അയാൾ 3 ഉസ്താദില്ല ഹോസ്പിറ്റലിലുണ്ട്. അത് നിരന്തരമായിട്ട് 4-5 വർഷത്തെ ട്രീറ്റ്മെന്റ് ആയിട്ട് പിന്നെ 10 വർഷത്തിലും ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു 10-20,000 ശമ്പളം ഒരേ ഒരു ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ്. മുസ്ലിം ജമാഅത്തിന് മാത്രമല്ല ജംഇയ്യത്തുൽ ഉലമയുടെ മീറ്റിംഗ്, SSF മീറ്റിംഗ്, SYS മീറ്റിംഗ്, കോർഡിനേഷൻ മീറ്റിംഗ്, ജില്ലയുടെ മീറ്റിംഗ്, താലൂക്ക് മീറ്റിംഗ്, പ്ലാനിംഗ് മീറ്റിംഗ്, അതിലുള്ള കിതാബ് ദർസ് നടത്തി. എന്തായാലും ബർബാദായുള്ള മീറ്റിംഗ് പോയിട്ട് ജീവിതത്തിൽ നെമ്മതിയും ശാന്തിയും സമാധാനവും സന്തോഷവും ആഖിറ സലാമത്തവൻ ഇങ്ങനത്തെ ഖിദ്മത്ത്, ഇത് ഖൗമിന്റെ ഖിദ്മത്ത്. ഒരു തിങ്കളൊക്കെ മീറ്റിംഗ് വന്ന ഒരു 10 മിനിറ്റ് വന്ന് വെച്ചെങ്കിൽ 10 മിനിറ്റ് നല്ല സവാബ് അല്ലാഹു തആല തന്ന ഖണ്ഡിതാണ്. ഈ നിയത്തിൽ വന്നിട്ട് നല്ല വിഷയം ചർച്ച. ഇതല്ല ഇബാദത്തിന്റെ ഇബാദത്തല്ലേ. 10 ആൾ കൂടിയിട്ടാകുന്ന ഒരു നല്ലൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് ഖൗമിക്ക് എന്തെങ്കിലും ഖിദ്മത്ത് എടുക്കാം. അങ്ങനെ നേതാക്കന്മാരായിട്ട് കാണുന്ന നേതാക്കന്മാരുള്ള പണി ബഹുമാനപ്പെട്ട MA ഉസ്താദ്, എത്ര ആയിരക്കണക്കുള്ള ആലിമി ഉസ്താദ്, എത്ര കിതാബ് എഴുതി, എത്ര പേരെ ചിന്തക്കാർ, കിലോമീറ്റർ 10 കിലോമീറ്ററും 15 കിലോമീറ്റർ പണ്ടെല്ലാം നടന്നു പോയിട്ട് സംഘടന ഉണ്ടാക്കി. അങ്ങനെ ആലിമിങ്ങനെ അപ്പൊ അതല്ല ഞങ്ങളെ റായത്തെ യൂണിറ്റ്, അതല്ലെങ്കിൽ പരിസരത്തൊരു സർക്കിളിൽ വിളിച്ചും കൂടി പുരുഷത്തില്ല എട്ടുണ്ടാവില്ലെങ്കിൽ അത് ദ്രോഹല്ലേ, അത് അന്യായല്ലേ, അത് ലുൽമല്ലേ. ഇതാർക്കെങ്കിലും പട്ടകെട്ടക കൊറിയാൽമാർ MLA ആക്കോ കൊറിയാൽ MP ആക്കോ അല്ലല്ലേ. ഞങ്ങൾ മുസ്ലിം, ഞങ്ങൾക്കൊരു കൾച്ചറുണ്ട്, ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്. ഞങ്ങൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തിൽ ഖൗമിന്റെ ഖിദ്മത്ത് എടുത്തിട്ട് സ്വഹാബത്ത് എല്ലാവരും ഖൗമിന്റെ ഖിദ്മത്ത് എടുത്തുന്ന സമുദായം. ഖിദ്മത്ത് നിങ്ങൾ കാലിനെ അറിവ് തരണാക്കണ മാത്രമല്ല, എല്ലാ നിലക്കും സ്പന്ദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒരു നാൾ നടന്നുകൊണ്ട് പോകുന്ന ഒരു പെണ്ണിങ്ങ ഓടി മാറി, വയസ്സര പെണ്ണിങ്ങ. ആ പെണ്ണിങ്ങ എങ്ങനത്തെ പെണ്ണിങ്ങ? അടിമറ്റി പെണ്ണിങ്ങ. ബടുകന്മാർ ചെന്ന് പണ്ടങ്ങനെ ബടുകന്മാർ വെറും താന വിഭാഗത്തിൽപ്പെട്ട ബടകത്തിയ ബേസിലെ പെണ്ണിങ്ങ ഓടി വന്നു. ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ചു. വെറും പാവപ്പെട്ട ബേസിലെ പെണ്ണിങ്ങ കൂടെ ബാണ്ട് കൂട്ടോട്ട് പോയി. ഇമാം ബുഖാരിയിൽ പോരട്ടാക്കുന്ന സംഭവം ഹദീസുള്ള ഓരോ ടൈമിന് കുറെ ദീർഘമായ പക്കത്ത് കുറ്റം പോയി. അവിടെ കുറെ ആവശ്യമുള്ള ആ ആവശ്യം കുറെ കെട്ടുപാടുള്ള ഇതെല്ലാം ആക്കിപ്പാടിട്ട് അവിടെ കൈ പോയിട്ട് ഒരു വെറുപ്പും ഒരു അറുപ്പും കാട്ടില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ മാർഗത്തിൽ നടന്നുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ കാണുക. ഒരു പുതിയൊരു പരിചയമില്ലാത്ത മനുഷ്യൻ കണ്ടപ്പോ സലാം ചെന്തപ്പയലിങ്ങനെ ഒരു നമുന്തുള്ള സലാം മടക്കി കണ്ടത്തെ കാലത്തൊരു രൂപപ്രകാരം. അപ്പൊ എവിടെ നീങ്ങി അപ്പൊ ഞാൻ പറയാത്ത ഞാൻ കൂടില്ല. നീ എന്തിത്ര ഭാര്യ ഒരു ആതങ്കത്തിലുള്ള ഒരു ടെൻഷൻ എന്തേണ്ട്. നല്ല പെണ്ണിങ്ങാണ്, പുതിയ വന്നാളിനെ കൂടെ ആരും പരിചയമില്ല, നമ്പലമുള്ള കഷ്ടത്തിലുള്ള വന്നു പെറും സമയമായില്ല. പക്ഷെ ഇവിടെ എന്തൊരു വ്യവസ്ഥയില്ല, കയ്യിൽ മുക്കാലുമില്ല, പെറുപാട്ടുള്ള ആളുമില്ല, ഭാര്യ കങ്കാലായി വെള്ളക്കാരും പരിചയമില്ല. അപ്പൊ അതിൽ നിന്ന് പേടിക്കണ്ട, കൂടെ ഞങ്ങളായത് ആരും പരിചയിക്കുന്നില്ല, ധൈര്യമാക്കും. ആ വ്യവസ്ഥ നാണാക്കള് പക്കളെ കണ്ടുപിടിച്ചിട്ട് ഇന്നത്തെ പക്കത്ത് പെട്ട ചുരുക്കത്തിൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിന്റെ ഖലീഫ പണ്ടത്തെ സർവാധിപനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ രാജാവോട് ഔത്തുബത്ത് വായിൽ വെച്ചിട്ട് പെഞ്ഞയുടെ ബലിയുടെ ശൈലിയാണ് യബ്നത്തൽ അക്രമീൻ, ബഹുമാനമുള്ള റെസ്പെക്റ്റഡ് ഫാമിലിയിൽപ്പെട്ട മോലെ. അത് നല്ല കെട്ടുപാടാമത്തെ പെണ്ണുങ്ങൾ പോലീസാക്കി വിളിക്കൊണ്ടിരുന്നു. യബ്നത്തൽ അക്രമീൻ, റെസ്പെക്റ്റഡ് ഫാമിലി, തറവാട്ടിൽപ്പെട്ട മര്യാദ പെണ്ണ മോലെ. അത് ഖുഷിയത്ത് എന്തേരിക്കരുത് ഒരു വിഷയ നാളൊരു വിഷയത്തിൽ നല്ലൊരു വിഷയത്തിൽ ഇല്ലോട്ടില്ല നീനൊന്നൊക്കെ ശാസ്ത്രം നല്ല കൂട്ടത്തിൽ കൂടുകയാണ്. നിങ്ങൾ എന്തു ചെന്ന് മറാടിയത്
ചുരുക്കത്തിൽ ചൊന്തു സമാധാനത്തിൽ മോലെ ഒരു അപ്പൂപ്പുത്തൊരാൾ ഇങ്ങനെ നമ്പല വെള്ള ഞാൻ കാണികളെന്തു ആക്കോല്ല പെണ്ണിങ്ങില്ല കുടുങ്ങി വേഗനി ഒന്ന് റെഡിയാവും റെഡി നാ പെണ്ണ ആറ് ഖലീഫായി രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും അവരാനമീരുൽ മുഅ്മിനീൻ ഉമറല്ലേ ജനസേവകന്മാർ പുള്ളി മഹമാനല്ലേ ഖത്താബിയുടെ ഉമർ എന്നെങ്കിൽ ഇസ്ലാം പണ്ടാണ് മുതലേ വലിയ പേടിക്കപ്പെടുന്നതാണ് വലിയ ദൈത്യശക്തി വലിയ മഹാൻ അയാളെ പെഞ്ഞേ ചോദിച്ചു കേത്ത് നോക്കുമോ നാ പണ്ടേ പെരുപാട്ട് മെഡ്വൈഫിയുടെ പടി നാളെ അയ്മ പേരുമായ തുരി മൊരി അത് റെഡിയാക്കിയിട്ട് ബാരി ഭാഷയിൽ കൊത്താവണല്ലോ അതൊക്കെ ഒരു അത്യാവശ്യം മെഡിസിന് മറന്ന് എല്ലാം തന്നെ സാമാനുള്ള കഷായം പോലത്തെ റെഡിയാക്കി രണ്ടാളും മാപ്പിളെ പഞ്ഞി ആ കെട്ടിയുടെ നിലയിൽ വെച്ചത് ഒരു അരിയും സാമനം ഫുഡെല്ലാം എടുത്തിട്ട് രണ്ടാളും മാപ്പിളെ പഞ്ഞി കൊണ്ടാകും അവരുടെ വിവരണ ചൊടിഞ്ഞു അങ്ങനെ സീത വീട്ടിൽ എത്തിയിട്ട് ഉത്തരോട് പോയിട്ട് പായൽ വെച്ചിട്ട് പയ്യൻ പുറത്ത് വന്ന് ഇതാ എന്തിനാണ് എന്തുമില്ല ഇങ്ങനെ ഉണ്ടോ അപ്പം ഇതാ പെണ്ണിയോടുള്ള കുറ്റി പോകും ഉള്ള കുട്ടി പോയിട്ട് ഉൽക പോയിട്ട് ഉൽക പോയിട്ട് പോയി ഒരു അരഗണ്ട ഒരു ഗണ്ട ഉൽക എന്നാൽ അയാളെ പെഞ്ഞിയുടെ കൂടെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞ വിശാഖോട് കൂടി അയിമ വിളിച്ചിട്ട് ഉൽഗത്തിലുള്ള മുഴുവൻ ഫാറൂഖ് തങ്ങളെ വിളിച്ചിട്ട് എങ്ങനെ അമീറുൽ മുഅ്മിനീൻ തങ്ങളെ രാജാവേ അബ്ശിർ അഖാക അന്ന സൗജതഹു ഖദ വലദത് നിങ്ങളെ ചങ്ങായിക ചൊല്ലറോ അയാളെ പെണ്ണை നോർമലായിട്ട് പെദ്ദര് അഥവാ ആണ് കീഴവിടെ പ്രസവിച്ചിട്ടുള്ള സന്തോഷ ഹരിയക്കോട് ചൊല്ലുമ്പം ഈ മനുഷ്യ അടിമേലായി ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കൊണ്ട് പേര് കേട്ട ആലിദയമാണ് പേടിച്ചു ഇതായിട്ട് ഖിദ്മത്ത് മഹാന്മാരുള്ള ഖിദ്മത്ത് ഇതുകൊണ്ടായിട്ട് പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടന സമയത്ത് ചൊല്ലുന്ന മക്കത്തെ 1400 വർഷത്തേക്ക് മുതൽ ജീവനാക്കി അയാൾ ആ അധികാരി ഉമർ ചൊല്ല അയാളെ ഭരണത്തെ ശൈലി ഈ ഭാരതദേശത്ത് നാം ഉദ്ദേശിക്കുകയായിരുന്നു. ഇപ്പൊ നേതാക്കന്മാർ ഖിദ്മത്ത് എടുത്തിട്ട് കരുതി ഒരാൾ അവിടെ പേപ്പറിൽ ഫോട്ടോ കൊടുത്തിട്ടു വാട്സാപ്പിൽ ഇടിച്ചിട്ട് അവിടെ അധ്യക്ഷാസനം ഉടങ്ങണയിൽ ഖിദ്മത്തിന് തയ്യാറാവണം. ഞങ്ങൾ ഏരിയത്തിൽ ഞങ്ങൾ നായകത്വം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ലോഗൻ ഞങ്ങൾ വെച്ചിട്ടാണ് അധികാര ഞങ്ങൾ ലീഡറായിട്ട് അതിൻ്റെ അനുഭവം എത്ര അനുഭൂതി എത്ര മനസ്സ് കൃഷിയുടെ ഒരു ഹെൽപ്പാക്കിയിട്ടാവുന്ന മനുഷ്യന്മാർ ഞങ്ങളുടെ റായത്ത് ഒരു ചെറിയൊരു സർവ്വ നോക്കിയിട്ട് എത്ര മനുഷ്യന്മാരുള്ളതാണ്. ഞങ്ങളുടെ റായത്ത് എത്ര കഷ്ടത്താൽമാറുള്ള ഞങ്ങൾ വേണ്ട അങ്ങനെ വ്യക്തിയുള്ള ചർച്ചയാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് ഉണ്ടാക്കുക. എത്ര പെട്ടെന്നാവുന്ന 35-40 വർഷം പെണ്ണുമക്ക മംഗലാവാണ് മാഫലം പറിച്ചിട്ടുള്ള പെണ്ണുമക്ക പെണ്ണിങ്ങ ഔത്തു കഞ്ഞു കൊടുക്കുകയില്ല, മക്കളെ സ്കൂൾ കടത്തുകയില്ല, എത്തിമക്കും എത്ര സൗകര്യം വേറെ വേറെ അങ്ങ് പിടിയില്ലേ, അങ്ങ് ചെന്നു കൊടുക്കണമെങ്കിലേ. ഇതായിട്ട് മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഫാർമ് കണ്ട ആ ഫാർമ് പ്രകാരം എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞു. എത്ര അകമുണ്ടോ, എത്ര മാപ്പിള മറിച്ച പെണ്ണിമുള്ള എത്ര അംഗവൈകല്യമുള്ളതാണ് സർക്കാരിന്റെ സൗകര്യങ്ങളുള്ളൂ, വേറെ വേറെ ഫണ്ടുണ്ട്. ഇപ്പൊ ഈ 5 ഗ്യാരണ്ടി ഉണ്ട്. ഇന്ത്യയിൽ എത്ര ആൾമാർക്ക് കിട്ടിയില്ല. 2000 വലിയ ഞങ്ങൾക്ക് പണ്ടില്ലേ എന്താ ഇപ്പൊ 2000 ധർമ്മത്തിൽ പണ്ട് വേറെ വേറെ ഇത് വ്യവസ്ഥ കൊണ്ടു വിഷയപ്പെടില്ല. അതാണ് കേൾക്കണമില്ല. ജമാഅത്ത് കമ്മിറ്റി വിഷയിക്കാക്കണ്ടല്ല. ജമാഅത്ത് കമ്മിറ്റി എന്നി പിന്നെ ഞങ്ങൾ നിങ്ങൾ ബേജാറാക്കണ്ട. നല്ല കൂട്ടക്കാരെ ജമാഅത്ത് കമ്മിറ്റി എന്നീ പ്രായത്തിൽ ലീഡർഷിപ്പാണ് നല്ല മാറില്ല. ചെറുപ്പത്തിലെല്ലാം കൊള്ളാറ് എല്ലാവരും ಬೆಳಕೇಳಲ್ಲ. ರಾಯತ್ತ ಪೋಖರಿ ದಗಲ್ಬಾಜಿ ಡೋಂಗ್ಯಾಕ ಮೋಸಗಾರ ರಾಜಕೀಯದ ಕಟ್ಟ ಪುಡಾರಿ ಬೆಡക്ക് എല്ലാം മുക്കാകണ്ടേ അവിടെ എല്ലാം അവിടെ അങ്ങനെ ഫംഗ്ഷനും പോണ്ട, സ്ഥലത്തിലെ ഫംഗ്ഷനും പോണ്ട, എന്തും പോണ്ട അവിടെ ജമാഅത്ത് പ്രസിഡന്റ് ജമാഅത്ത് ഞങ്ങളുടെ മൂലം സുന്നിയായിട്ട് മൂലം വെച്ചിട്ടു ഞങ്ങൾ കാലിൽ ഞങ്ങൾ തങ്ങളെ പന്നെ കൈപിടിച്ച് മുട്ടും ദ്വാരം എന്ത് ബർക്കത്ത് ഞങ്ങൾ നേതാവ് ഞങ്ങൾക്ക് നേതാക്കാറോ നേതാവ് ഞങ്ങാവണം. ജമാഅത്ത് ഞങ്ങളെ കയ്യിലുള്ളൂ, ഉലമാ ഞങ്ങളെ മുട്ടുള്ളൂ, ഖാദിമാർ ഞങ്ങളെ മുട്ടില്ലേ.
അധികാരം ഞങ്ങളെ മുട്ടും. ഞങ്ങളെ പോലത്തെ ഒരു ബർക്കത്താക്കപ്പെട്ട സുശക്തമായ സംഘടന എവിടെ ആരോഗ്യം അവർ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മുസ്ലിം ജമാഅത്ത്, കേരളത്തെ മുസ്ലിം ജമാഅത്തിലെ പ്രസിഡന്റ് അയാൾ ഓഫീസിൽ വെച്ചു. ഇതേ കഴിഞ്ഞ കേരള ഇലക്ഷനിൽ അത് വിധാനസഭ ഇലക്ഷൻ എപ്പോൾ അത് വന്നുള്ളൂ, ಅದಕ್ಕೆ ಒಂದು ವಾರ ಅಪಾಯಿಂಟ್ಮೆಂಟ್ എടുക്കാറില്ല. നിങ്ങളോട്ട് ഞങ്ങൾ പറയാണ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റിലോട്ട് നിങ്ങളോട് നമുക്കൊരാൾമാർ നിയോഗമുണ്ട്. പലക്കവര്യമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു MLA-മാർ ഞങ്ങൾ പണ്ടാണ് മിനിസ്റ്റർമാർ. അങ്ങനെ കേരള സർക്കാരത്തെ ക്യാബിനറ്റ് അങ്ങനെ എല്ലാ സപ്പോർട്ടേഴ്സ് MLA ഒന്നായിട്ട് വലിയൊരു ബസ്സിൽ വന്നിട്ട് കേരള സ്റ്റേറ്റ് മുസ്ലിം ജമാഅത്തിലെ അധ്യക്ഷರು 4 ಗಂಟೆ പലക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയം ഞങ്ങൾക്ക് വോട്ട് തരണം കേൾക്കണം. അങ്ങ് ചൊടുത്തോ നിങ്ങൾക്ക് എന്തൊരു ഡിമാൻഡ് ഉണ്ട് ഞങ്ങൾ തന്നെ നിങ്ങൾ എന്തൊരു ഡിമാൻഡ്? നമുക്ക് ഒരു ഡിമാൻഡും ഇല്ല. കേരള മുസ്ലിം ജമാഅത്തിലെ സാധാരണ നിങ്ങൾ ചൊല്ലി ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ്, ഞങ്ങൾക്ക് എന്തൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട? ഞങ്ങൾ കൗമുക സമുദായത്തിന് ഒരു സമസ്യ പണിയാവും. ഞങ്ങൾക്ക് ഇത്രത്തോളം നിങ്ങൾ ഒരു അനുദാനം ഒരു ഫണ്ടാണ് ഗവൺമെന്റ് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽ ചില പേടിക്കൊണ്ട് ആ പേടികളെ പറ്റിക്കൊടുത്താണ്. ഇത് ഞങ്ങൾ അധികാരത്തിൽ പറഞ്ഞ 100 ഞങ്ങൾ പാസ്സാക്കട ചൊന്നിട്ടു. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമണ്ഡലം MLA-മാർ ബസ് അവിടെ പോകണം. വിഷയക്കിട്ടിട്ട് 4 പിന്നൊരു ബസ് പണ്ട് വിരോധ പക്ഷത്തും നായകം അടക്കമുള്ള എല്ലാ MLA-മാർ വന്നാറ് ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് തരണോ, നിങ്ങൾക്ക് എന്തൊരു അഭിപ്രായമുണ്ടോ? ഇത് അള്ളാഹു റസൂൽ സാക്ഷി. എല്ലാ മാധ്യമ കേരളത്തിലെ റിപ്പോർട്ടാക്കി തലതിരിഞ്ഞ ഒരു മുക്കാഘട്ടങ്ങളെ കേട്ടാൽ എന്തി എവിടെ പോകണം, എവിടെ എന്തിനുണ്ട്, അയാളെന്താണ് ഇവിടെ ഉണ്ട്. ഇന്ന് കേരള സർക്കാരിന്റെ എലിക്കും 10 പാട്ടുകളുള്ള പവർ ആ സംഘടന ശക്തി കൊണ്ട് നിങ്ങളെ പോലത്തെ ആൾമാർ സാത്ത് കൊടുത്തപ്പ, നിങ്ങളെ പോലത്തെ ആൾമാരെ ഉറക്ക് വിട്ടിട്ട് പണിയെടുത്തപ്പ, പ്രത്യേക സാക്കിയും എഞ്ചിനുണ്ടപ്പ സാധ്യത മുഖ്യമന്ത്രി കൂടെ ഓടി പണ്ടവർ അപ്പോയിന്റ്മെന്റ് എടുത്ത് പണ്ടുണ്ടെങ്കിൽ അവസ്ഥ. കേരളത്തിൽ വലിയൊരു മഹാന്റെ മോനിലെ ആക്സിഡന്റ് ആക്കി കൊന്നാണ്. വലിയ നമുക്ക് യാറെ ടൈം ചെല്ലില്ല. എന്തെങ്കിലും ആക്സിഡന്റ് ആയി മാർഗത്തിൽ കുടിച്ചിട്ട് പോയിട്ടോ അടിക്കിട്ട് കൊന്ന വലിയൊരു മഹാന്റെ മോൻ. അയാൾക്കൊരു ബറഹകാരം. ഈ വിഷയത്തിൽ കേരളം ഒന്നടന്ന് സ്ട്രൈക്ക് ചെയ്ത് ബന്ധ ആറ് മാർക്സിസ്റ്റ് അത് കോൺഗ്രസിനെ ബന്ധാക്കി, അത് BJP ബന്ധാക്കി. എന്തേ ആ ഒരു മനുഷ്യക്ക് DC ആയിട്ടുണ്ടാവണം. അവിടെ കാറിനടിക്കൊണ്ട് ഒരു മുസ്ലിം ഒരു വലിയൊരാൾ മരിച്ചിട്ട് ആ മരിച്ചേക്ക് അവർക്ക് ആക്ഷൻ എടുത്തിട്ടില്ല. അവന് പ്രൊമോഷൻ കൊടുത്തത് ഗവൺമെന്റ് അവിടെ കൊടുക്കോ തീരം എല്ലാ കേരള ബന്ധ സ്ട്രൈക്ക് ഗവൺമെന്റ് കേറാക്കിയില്ല. ലാസ്റ്റ് മുസ്ലിം ജമാഅത്തിലെ നേതൃത്വത്തിൽ ഞങ്ങൾ നായകന്മാർ നേതാക്കന്മാർ ചെന്നാൽ അവിടെ നിങ്ങൾ പ്രൊമോഷൻ കൊടുത്തു തപ്പും കൂടുതൽ പേരോട് നോക്കുക ഒരു ഗഡു വെച്ച് ഈ ഗഡുകൾക്ക് നിങ്ങൾ പേര് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ പടിപാടി ആ ഗഡും കഴിഞ്ഞ് പേര് കൊടുത്തില്ല. DC ആയിട്ടാണോ പണിയെടുത്തോണ്ടുള്ള ഒരു കര ഇടീ കേരള രാജ്യത്തെ 14 ജില്ലയുടെ എല്ലാ മുസ്ലിം ജമാഅത്തിലെ മെമ്പർമാർ ഷാക്കിടങ്ങും ജില്ലകളെല്ലാം ഒന്നാവും. ഓർത്തോർത്ത് അങ്ങനെ ജില്ലയുടെ DC ആഫീസിലെ മുതൽ വന്ന് സ്ട്രൈക്ക് ആക്കും. ಆರ್ಗೂ ಧಿಕ್ಕಾರ ಬೆಲ್ಕೋತೀರ ಗಲಾಟೆ ಹಾಕೋತೀರ ಜಿಂದಾಬಾದ್ ಖಾಲಿ ಮೌನಯಾತ್ರೆ ಖಾಲಿ ಪೋಸ್ಟರ್ ಬಿಡಿಸಿ ಅವನ್ನ ಕೀಳಿ ಪಾಟು 14 ಜಿಲ್ಲೆಗೆ ಎಲ್ಲ ಮೂತ್ರ ಆಲ್ಮಾರು ಬಂದಾರು ಬೇರೆ ಬೇರೆ ಒಂದು ಡಿಸ್ಟ್ರಿಕ್ಟ್ಲಿ ಓರೂರು ಜಿಲ್ಲೆ 5000 ಬಂದ ಆಲ್ಮಾರು ಇಡೀ ಕೇರಳ ಸ್ತಬ್ಧ ದಮ್ಮಗಟ್ಟಿ ಬೀಳ್ತಿ ಅಂಡ್ 12 ಗಂಟೆ ಜಾಗ ತೀರ್ಮಾನ ಅವನು ಡಿಸ್ಮಿಸ್ ಹಾಕಿದ್ದಾರೆ. സംഘടനയുടെ പവർ സംഘശക്തിയുടെ പവറായിട്ട് അതുകൊണ്ട് അതുപോലെ അതേ സംഘടന പിന്നൊരു നായകത്വമായിട്ട് കർണാടക മുസ്ലിം ജമാഅത്ത് നല്ല നല്ല നേതാക്കന്മാരും ഉമറാക്കന്മാരും പ്രവർത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ ഏരിയത്തിൽ സർക്കാരിന്റെ കീഴിലെ എല്ലാ യൂണിറ്റിലും ഹയാത്ത് ഞങ്ങൾ പ്രത്യേകം പണിയെടുക്കും. സർക്കാരിന്റെ ജസ്റ്റ് ಎಲ್ಲ ಯೂನಿಟ್ ಪ್ರೆಸಿಡೆಂಟ್ ಸೆಕ್ರೆಟರಿ ಖಜಾಂಜಿರ ಪೇರು ಎಲ್ಲ ಮೆಂಬರ್ ಸರ್ಕಲ್ನ ಎಲ್ಲ ಮೆಂಬರ್ ಮಾರ್ತಾರೆ. ಸಾಮಾನ್ಯ ಮೆಂಬರ್ ಮಾರಲ್ಲ. ಸರ್ಕಲ್ನ ಪ್ರೆಸಿಡೆಂಟ್ ಸೆಕ್ರೆಟರಿ ಮಾತ್ರ ಮೆಂಬರ್ ಮಾರ್ಗೆ ಎಲ್ಲಾರ್ಗೂ ഞങ്ങളെ കീഴിലുള്ള ഘടകത്തെ എല്ലാ ശാഖയുടെ മെമ്പർമാർ പ്രസിഡന്റും സെക്രട്ടറി ഖജാഞ്ചിന് പോകണം. ജസ്റ്റ് അസ്സലാമലൈക്കും ചൊല്ലണം. എന്തിനായിട്ടുണ്ട് നിങ്ങൾ അവിടെ യൂണിറ്റിൽ എന്തിനു പണിയെടുത്തോണ്ടുള്ളതാണ് എന്തെങ്കിലും ചട്ടുപടി കൊണ്ടാണ് കേക്കെടുക്കാൻ നേതാക്കന്മാർ സർക്കിളിന്റെ
6 യൂണിറ്റേ ആരിസുമായിട്ട് വന്ന നേതാക്കന്മാർ ഉള്ളല്ലേ ഈ ജവാബ്ദാരി നിർവഹണ ജസ്റ്റ് ഒരു ഫോൺ നിർബന്ധമായിട്ട് ഒരു യൂണിറ്റിൽ മീറ്റിംഗ് ആയിടായില്ല എൻക്വയറി ആക്കണം കേൾക്കണം ನೆನಪಾಗುವ ചെറിയ എന്തൊരു സർക്കുലർ ಬಂದೆങ്കിലും ಅದರ ಕಂಪ್ಲೀಟ್ ಕರೆದು ಓದಿಟ್ಟು വെച്ചോണ്ടಲ್ಲ ಅದು ಇಸ್ಬಿಡ ಕಡ್ಲಾಸ್ ಅಲ್ಲ ಇಸ್ಬಿಣ ಓದಿಟ್ಟು ಬೇಕು ಅದು ನೋಕಿಟ್ಟು ಅದರ ಬಗ್ಗೆ ಚರ್ಚೆ ಸರ್ಕಲ್ ಚರ್ಚೆ ಹಾಕಿಟ್ಟು ಅದು ಯೂನಿಟ್ಗೆ ತೆರಿಪಾಡುವ നടപ്പിലായില്ല ಅದರ ಫಾಲೋ ಅಪ್ ಅದಾಕಿ ಮಾತ್ರ ಸಂಘಟನೆ ಅದಲ್ಲ ನಾವು ತೀರಿല്ലെങ്കിൽ నాకు ಬೇರೆ ಪಣಿ പോയി പണി നോക്കാം വെറുതെ സംഘടനയുടെ ಬೆಳಕಾಗುತ್ತಿರಲ್ಲ മൻ വല്ലാഹു ശൈഅൻ മിൻ ഉമൂരിൽ മുസ്ലിമീൻ വല്ലവനും മുസ്ലിം സമുദായത്തെ ഏത് ചെറിയൊരു പോസ്റ്റ് എടുത്തുണ്ടെങ്കിൽ അങ്ങനെ സമസ്യകളോട് സ്പന്ദന അങ്ങനെ ആർത്ഥികമായ സമസ്യകളോട് സ്പന്ദന അധികാരം എടുത്തൽ പിന്നെ അവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൾമാരോ സമസ്യകൾ സ്പന്ദനാവാട്ടെ അങ്ങനെ കഷ്ടത്തിൽ നിറവാവാട്ടെ അവരുടെ ഹാലുകൾ സ്വന്തം കാര്യം ജിന്ദാബാദിന്റെ ബേജവാബ്ദാരി അവർ നടന്നെങ്കിൽ ഓന്റെ കെട്ടുപാടുകൾ അല്ലാഹു തആല കൈകൊടുക്കും. അതറവായ റസൂലുള്ളാഹി ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ആക്കുന്ന ഹദീസ് അവന്റെ അല്ലാഹു ഗുണം അവന്റെ ഫഖർ വര അവന്റെ ഫഖറിഹിം അവന്റെ ഫഖർ വര അവന്റെ ദാരിദ്ര്യത്തിൽ അല്ലാഹുവിന്റെ കൈകൊടുക്കും. അവന്റെ ബർക്കത്താവല്ല അവൻ എവിടെ ബർക്കത്താവ വഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നല്ല പണി എടുക്കുന്നയാണ് മനുഷ്യന്മാരെ ഹെൽപ്പ് ആക്കുന്നത് മനുഷ്യന്മാരെ സപ്പോർട്ട് മനുഷ്യന്മാരെ ഖിദ്മത്ത് എടുക്കുന്നതാണ്. ജസ്റ്റ് അങ്ങനെ തിങ്കൾ മീറ്റിംഗ് കൂടുള്ളൂ അവിടെ പോകേണ്ട വിഷയം പിന്നെ കൂടിയിട്ട് പണിയെടുക്കുള്ളൂ. അങ്ങനത്തെ ആൾമാരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു. ഞങ്ങളെ പാരമ്പര്യം ഞങ്ങൾ എല്ലാവരും നമ്മൾ ചെറിയൊരു തലകൊത്തു എന്തെങ്കിലും ബേജാറാക്കുന്ന മീറ്റിംഗിൽ അങ്ങനെയല്ല അത് ടെൻഷൻ എത്ര നാളെ ജയിലിട്ട് എന്തെങ്കിലും ഇവിടെ പെണ്ണുപിടിക്കാൻ പോയിട്ട ആരോ എടുത്തിട്ട് ഹക്കടെ വെച്ചിട്ട് ഭംഗിയാക്കിയതാ ഈ പ്രസ്ഥാന ഈ ആദർശ പ്രസ്ഥാനത്തെ വരെ പണിയെടുത്തപ്പ ജയിലിട്ട 10 നാൾ ജയിലിട്ട് ಬೇರೆ ಬೇರೆ ಸಮಸ್ಯೆ ಚಂಡು ಬಾಟ CBI ನಕ್ಕೆ ಬೇಕಾದ വലിയൊരു പൈസക്കാര വലിയ കരോടുപതി ಎಲ್ಲ ಚಂದು അയാൾ വിഷയം നല്ല CBI വിളിച്ചിട്ട് അപ്പം പോയിട്ട് വന്നി ഉസ്താദ് മനുഷ്യരുടെ ആയുഷുണ്ടല്ലേ ഒരു CBI ഇൻക്വയറി ആയിട്ടാകുമ്പോൾ 10 വർഷത്തെ ആയുഷത്തോളം കുറയുന്നു. ഞങ്ങൾക്ക് ഇതിനോട് കൂടി പേരിക്കാത്ത ഞങ്ങളെ നാട് നരമ്പ് വലിക്കുന്ന ഉസ്താദനാണ്. ഞങ്ങൾക്ക് ഇതിനോട് പേരിക്കാത്ത ക്വസ്റ്റ്യൻസ് ബഹുമാനപ്പെട്ട സൂത്വാറുകളെ ബെർത്തുകളെ ബഹുമാനികളെ ആദരിക്കണം. ബെർത്തുകളിലെ അല്ലാഹു തആല മലേഷ്യത്തെ പ്രസിഡന്റ് സ്പെഷ്യൽ ഫ്ലൈറ്റ് കെടുത്തിട്ട് ഓടിയെടുത്ത് പോയോ എൻ്റെ പഞ്ചായത്ത് മെമ്പറും കൂടി അല്ല ഉസ്താദ് എന്ത് ബഹുമാനപ്പെട്ട ഉസ്താദരെ CBI ജണ്ട് കോട്ടയത്ത് കള്ള ചൊന്ന കോട്ടി ലഞ്ച് എടുത്തിരുന്ന കോട്ടി കൊടുത്തു ഒരു വലിയ BJPയുടെ രാജഗോപാലാചാര്യ അവിടെ പറഞ്ഞ പ്രസിഡന്റ് എവിടെ മർക്കസ് വന്നിട്ട് അവൻ വ്യക്തിയാണ്ട് അവന് കോട്ടി കണക്കിൽ കൊടുത്തിട്ടു. ഫസ്റ്റ് കോട്ടി എടുത്തിട്ടുണ്ട് പിന്നെ പാടി കൊടുത്തു. വ്യഭിചാരാക്കടെ അവിടെ ചൊല്ലുക 24 ഗണ്ട ആയിരക്കണക്കിന് ആൾമാർ അതും വയസ്സായി 80 വർഷം പിന്നെ വ്യഭിചാരാക്കണം. പക്ഷേ ഒരിഞ്ച് പോലും അവർ കഥലാണ് ആണ് മോണ്ട പോലെ ധീരമായ രൂപത്തിൽ സമുദായത്തെ പൗപ്പടെ പണിയെടുത്തിട്ട് എന്തിനെ പൗരത്തിൽ പണിയെടുത്തിട്ട് ಗೊತ್ತಲ್ಲ. ನನ್ನ 3 ಮಕ್ಕಳು ಅಬೂ ಸುಫಿಯಾನ್ನ 3 ಮಕ್ಕಳು കഞ്ഞിരെ ഏർപ്പാട് ഏൽപ്പിച്ചത് കഞ്ഞി കുടിക്കണം മാറുക 3-4 സഖാഫി ആക്കിയത് ഇണ്ട് നാ കഞ്ഞി കുടിക്കുന്ന മക്കളെ അങ്ങനെ ഒരു 10, 25, 30, 50,000 സഖാഫിമാർ ഡോക്ടർമാർ ലായർമാർ കഴിഞ്ഞ വർഷം 800 സഖാഫിങ്ങൾ ഡിഗ്രി ആയിട്ട് വരുമ്പോൾ 200 ആൾ BA LLB ലായർമാർ മുണ്ടാസിലിട്ട് താടി മാറ്റി ಎಜುಕೇಶನ್ ಅದಕ್ಕೆ ಬೇರೆ ಹೋರಾಟ ಆಗಿತ್ತು ಅಪವಾದ ಆರೋಪ ಬದ್ನಾಮ ಎಂದೆಲ್ಲ ನಂಗೆ ഒരു ಸಮಸ್ಯೆ ಇಲ್ಲ. ನಂಗೆ ജസ്റ്റ് തിങ്കളിಗೆ ഒരിക്കലും മീറ്റിംഗ് അറ്റൻഡ് ആവണം. സർക്കിൾ നിങ്ങൾ ഒരു കോപ്പി വന്ന് അതിൽ ഫോളോ ആക്കണം. എന്തൊരു സർക്കിൾ സർക്കിൾ
ഞങ്ങൾ ചൊന്ന നോമ്പായ പറഞ്ഞത് ഇതാ ഒരു പൈസ വേറും ഞങ്ങൾക്കെന്തുമില്ല, 10 പൈസ എടുക്കണമില്ല, നിങ്ങൾക്കൊന്നുണ്ടാ. ഇന്നലെ അങ്കോലത്തിൽ വന്നാലും വേണ്ടി ബാംഗ്ലൂരിൽ വന്നാൽ പൈസക്കാരും വേണ്ട, ഞങ്ങൾ പാവത്തല്ല. പൈസക്കാരെ കൊടുത്ത ക്ലാസ്സിമാരോടത്തോട്ട് പിന്നെ ഖജാഞ്ചിമാരോട് നല്ല പൈസ കിട്ടി. പിന്നെ യൂസുഫ് സാറിനോട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കണം. അൽഹംദുലില്ലാഹ് ബർക്കത്താകട്ടെ. ഇപ്പൊ ഉള്ളാത്ത ഹദീസ് പൈസ ഇല്ല ഉസ്താദിനോട് ഉള്ളാണ്. താജുൽ മുഹമ്മദിന്റെ പൈസ ഇല്ല ഇവരോട്. അല്ലാഹു ദീർഘകാലം ഉസ്താദിന്റെ ആയുസ് പൂർണ്ണമായി അവിടെ ദീന ഖിദ്മത്തിന്റെ തൗഫീഖ് കൊടുക്കണം. ആമീൻ. ഇല്ല ചപ്പടികൾ വന്ന് പത്തിനാറ് പക്കത്ത് പവിത്രമായ പക്കത്ത് ചപ്പടാസനം വന്ന് പന്തിച്ചിന്നാർ ആ പക്കത്ത് കേട്ട അല്ലാഹു തആല മാനി ഉസ്താദിന്റെ പുതിയാപ്പിളുടെ കൂറ തങ്ങൾ ഡയറക്റ്റ് നിപ്പാട്ടി അല്ലാഹു നിറലിപ്പാട്ടി കൊടുക്കണം. ആമീൻ. ചൊന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തിനോട് സർക്കുലർ പഠിത്തേ ഞങ്ങൾ സർക്കുലർ കിടത്തിയ പെരുന്നാളാങ്കത്തിൽ ഇപ്പോൾ തട്ട പിടിച്ചിട്ട് 10 നിൽക്കും. നിങ്ങളെ കേട്ടിട്ടുണ്ടല്ല ഇട്ടെങ്കിലും എന്തെങ്കിലും 500,000 എല്ലാം അത് കടത്തും. എന്തെങ്കിലും ഇവിടെ വേറെ വേറെ സമസ്യ ഞങ്ങൾ 5 പൈസ ആളോട് തിന്നണമെങ്കിൽ തിന്നോണി എലികോന് വർക്കത്താവല്ല ഒരു ഉറുപ്പ് തിന്നണ കൈഡിട്ടില്ല. ഞങ്ങൾ നോർത്ത് കർണാടകത്തിലെല്ലാം പോയിട്ട് വേണ്ട. ഈ കഴിഞ്ഞ 2-3 GM വീടുകളിൽ പോയാൽ 3 നാൾ റജാക്കി ഒരു ഉറുപ്പ് നിങ്ങൾ മസല പൈസ എടുത്തിട്ടില്ല. DA ഞങ്ങൾ സ്വന്തം ചെലവായി അല്ല ഞങ്ങൾക്ക് ബർക്കത്ത് അതിൽ ബർക്കത്താക്കണം. ചൊല്ലി സർക്കുലറിൽ ഞങ്ങൾ ചൊല്ലിച്ചാൽ പൈസ വേണം. ഒരു കേസ് വേറെ സമസ്യ വന്നിട്ട് അപ്പൊ ಹೋರಾಟ അവിടെ സർക്കാർക്ക് ചിലപ്പോൾ വക്കീലന്മാർ ഹൈക്കോടതി വക്കീലന്മാർ പലക്ക വരണമെങ്കിൽ അങ്ങ് ഒരു ഗಂಟೆಗೆ 2 ലാഖ് കേൾക്കണം. അവിടെ പൈസ വേണം. അങ്ങനത്തെ പൈസ കൗമ യൂണിറ്റി ഫണ്ട് കമ്മ്യൂണിറ്റി ഫണ്ട് ചില ബിസികൽ സർക്കുലർ മടക്കിട്ട് പോലും തെച്ചു മോദി പ്രസിഡന്റ് അവിടെ ഓണിക്ക് സെക്രട്ടറി ആ പണി എന്തിനെ ബേജവാബ്ദാരിയല്ലേ. AP വല്ല ഈ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഇല്ല വേറെ ഗ്രൂപ്പിടാൻ പല്ലിന് കളക്ഷൻ തട്ട പിടിച്ചാൽ അങ്ങനെ 10,000 രൂപ കടത്തിയാൽ പേര് ചൊല്ലില്ലേ കളവ് ചൊല്ല അതത്തില്ല മൈക്കാലത്ത് മുട്ട അവിടെ മദ്രസ അവിടെ എന്ത് ഞങ്ങൾ എന്തുമില്ല. ഇവിടെ AP വിഭാഗമല്ല ഫുള്ള് ഞങ്ങൾ എതിരായിട്ട് പറഞ്ഞുകൊണ്ട് ആ ജമാഅത്ത് തട്ട പിടിച്ചാൽ പാലക്കാട് നാളെ എത്ര 10,000 രൂപ കടത്തിയാൽ. ഇനി രണ്ടാമത്തെ വിഷയം പൈസ പിരിക്കിടാതെ അത് തരണം മെമ്പർമാർ എനിക്ക് ബർക്കത്താവാ 10,000 പൈസ എന്തെങ്കിലും നല്ലതിക്ക് പോണ പൈസ ഇതെല്ലാം ഒഴിവാക്കി പറഞ്ഞ എഞ്ചിട്ട് ഞങ്ങളെ സർക്കുലർ 100% ഫോളോ പ്രോഗ്രാം ಬೇರೆ ಬೇರೆ ಯೋಜನೆ ಬಂದು ಸರ್ಕ್ಯುಲರ್ എല്ലാം സന്നദ്ധ സേനാനികളായിട്ട് ഹാദികളെ പഴയ നിങ്ങൾക്ക് വല്ലാഹി അല്ലാഹു ദീർഘായുസ്താൻ ആഫിയത്താൻ AP ഉസ്താദ് എന്തിനെ അലക്ക എല്ലാവരും ആശ്വാസം ഒരു നിലക്കും തലവേദന ചാൻസ് ഇല്ല. എല്ലാവരും ചെന്നാൽ വഹാബികൾ ഇനി തല കൊണ്ട് പോകാം. എല്ലാവരും ചെന്നാൽ അൽഹംദുലില്ലാഹ് ഈജിപ്തിലായി ദുബൈ അബുദാബിയിലുണ്ട് മിസ്രിൽ പോകണം. നാളെ ബാംഗ്ലൂർ പണ്ട് മെക്കാലത്തിൽ പണ്ട് അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ. നാലെപ്പോ ചൊല്ലുള്ളൂ ഇതൊരു പോണം പോനേത് പോനിട്ട് ഖാദിയാണ് ഇന്നൊരു പോണം ജോസഫിൻ ജമിഞ്ഞാവല്ലേ ബാക്കി ನಾನು ಪೋಣ ಜರ್ಸನ್ ಕಳ್ಕೊಡ್ತು ಪೋಣ ಜರ್ಸನ್ ಅಲ್ಲಾಹ್ ದೀರ್ಘಾಯುಸ್ಸು ಕೊಡ್ತಾನೆ. ಆಮೀನ್. നല്ല ഖുവത്തും നല്ല ഹിമ്മത്തും നല്ല ആഫിയത്തും എല്ലാം കൊടുത്ത് അല്ലാഹു നരക്കട്ടെ. ആമീൻ. ഉസ്താദിന്റെ ഖിദ്മത്ത് ಪಾಪ ಮರಿಚೋ പെണ്ണ് മക്ക എത്തിയ മക്കനെ കർണാടകത്തെ എവിടെ മൂലല്ലെങ്കിലും അത് തെരിപ്പാട്ടില്ലെങ്കിൽ മുസ്ലിം ജമാഅത്ത് അസൈഡത്തിൽ ഡയറക്റ്റ് അവിടെ പൈസ കൊടുത്തു. എവിടേക്ക് ആ എത്തി ഹോം ക്യാരിന്റെ പ്ലാൻ ആക്കി എവിടെ പെണ്ണ് മക്കളെ മക്കളെ കൊടുത്തില്ല. ഉമ്മമാർ പുൽപ്പും ദുഃഖിട്ട് ആ മക്കൾ പട്ടിണിയായി പോയിട്ടാണ്. ആ കിടാവും ചെലോ കിടാവുടെ ഉമ്മ ബൽത്തല ഉമ്മ സംഭാവന ഇങ്ങനത്തെ ഒരു പ്ലാൻ ഏത് എത്തിയ മക്കളും നല്ല കൊല്ലം നിങ്ങൾ പോയിട്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മർക്കസ് പോയെങ്കിലും 10,000-40,000 മക്കളുണ്ട് അവിടെ ലോ കോളേജിലെ മക്കളുണ്ടോ ആർട്സ് കോളേജിലോ എഞ്ചിനീയറിംഗ് ಬೇರೆ ആലിമുള്ള അല്ല നമ്പർ 1 ഹൈ ക്വാളിറ്റി ഫുഡ് എനിക്ക് വല്ലാഹി ഹൈ ക്വാളിറ്റി ഫുഡ് സഖാഫി നോക്കൂ അത്ര വലിയ ഭാഗ്യക്കാരനാണ്. ನಾನು ಕ್ಲಾಸ್ ಹೋಗಿ ಕೂಡಿರಿ ನಾನು ಸಕಾಫಿಯಲ್ಲಿ ಚಿರಿಯರು ಪಶ್ಚಾತ್ತಲದಲ್ಲಿ ತಟ್ಟೆ ಬರೋರು ಸುಮಾರು ಒಟ್ಟು ಕೂಡಿರಿಸ್ತಾರೆ ಕ್ಲಾಸ್. ನನ್ನ 3 ಮಕ್ಕಳು ಸಕಾಫಿ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್. ನನ್ನ ಪುದಿಯಾಪಲ ಸಕಾಫಿ, ನನ್ನ ಏರಿಯವರು ಸಕಾಫಿ.
കാക്കട പോലെ കുടുംബത്തിലെ തന്റെ ഫാമിലി നല്ല അമ്പട പുല്ലിമാറുള്ള 10-27 സഹായിക്കുക ബർക്കത്താക്കണം. അപ്പൊ ഞാൻ ചൊന്നെ ആ ഒരു ഇതില് ഏറ്റവും ഹൈ ക്വാളിറ്റി ഫുഡും എത്തി മക്കും ಇಂಜಿನಿಯರಿಂಗ್ ಕಾಲೇಜಲ್ಲಿ ಎಲ್ಲರ നല്ല ഫുഡും എത്തി മക്കും ഇതെല്ലാം കൂടെ ഉസ്താദിന്റെ ഖിദ്മത്ത് ഞങ്ങ എപി ഉസ്താദ് അല്ലാഹു അക്ബർ തക്ബീർ കൂട്ടറ ഞങ്ങ എപി ഉസ്താദ് ಸ್ಕೂಲ ತಂಗಲ ಜಮತಾಯಲ ಅನುಸ್ಮರಣ ಹಾಕಿದ ಸೀರೆಗೆ ಬರೋಬರ್ ತಿಂದು ಕೊಟ್ಟ ಆಲ್ ಫುಲ್ಲ ಒನ್ ಟೈಂಗಂತೆ ಬೋರಿಯಲ್ಲಿ ಚಿಮ್ಮೆಲ್ ಅವ್ರ ಕರ್ತ ನಾಯಿಡಿಂಗ್ ಗೆಟ್ಟಬೇಕು ಬೋರಿಂಡಿಗೆ ಅರ್ಚಿಟ್ಟು ಬೋರಿ ಅರ್ಚಿ ಅರ್ಥ ಆದ್ರೆ ಫುಲ್ ಆಗು ನನ್ನೋಡು ರಾಜ್ಯ ಅಂತ എന്തും ഇല്ലെങ്കിൽ എത്തില് ചിമ്മൽ നായിടെ കെട്ടി കറുത്ത നായിടെ ആൾകൂടും പിന്നെ ബോരി ഇറക്കണം ഞങ്ങളുള്ള അത്തരമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഹിദ്മത്ത് എടുത്തിട്ട് സമുദായത്തിൽ ഞങ്ങൾ ശരിയ ഞങ്ങളുടെ കായത്തെ ഹിദ്മത്ത് ഞങ്ങൾ പോവാം. ഞങ്ങൾ മനെ എത്ര ജമാഅത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ ബറുവാ ഞങ്ങൾ പള്ളിയിൽ ഞങ്ങൾ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം വേണം. ആൾമാരെ സ്നേഹിക്കണം. എ പി ഉസ്താദിലെ വലിയ പണ്ടുവാളെങ്കിൽ നല്ല മുത്തു മണിപത്ത് പോലെ സുമയാൻ ഞങ്ങൾ നിയോഗ പോയ കൂർത്തങ്ങൾ വഫാത്തിൽ പിന്നെ എന്തൊരു കൊണ്ടാട്ട എന്തൊരു ഇഷ്ട ഞങ്ങൾ ഓർത്തത്ര പേര് സതിക്കുത്തിരാത്ത കൽപ്പ് ഞങ്ങൾ പൊട്ടിപ്പോയിട്ട് ഇത്രയും സീക്കായിട്ട് ഇത്ര വലിയ ഞങ്ങളെ പേര് ചെന്ന് വിളിക്കിടല്ലേ ആദരിച്ചിട്ട് നാഷ്ട കഴിച്ചു എല്ലാവരും ഭക്ഷണം കഴിച്ചു പോകണം. അല്ല കർണാടകക്കാർക്ക് ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ ഞങ്ങളെ സ്വഭാവം പട്ടിങ്ക തലമുറ ഏറ്റവും മെച്ചപ്പെട്ട സ്വഭാവികളാണ്. ഇസ്ലാമിന്റെ മൂല ഏറ്റവും കൊണ്ടുപോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ സ്വർഗ്ഗത്ത് കിടത്തുന്ന ഏറ്റവും വലിയ അമൽ ഖുലുഖുൻ ഹസൻ മെച്ചപ്പെട്ട സ്വഭാവം നല്ല സ്വഭാവമാണ് നല്ല പെരുമാറ്റം. ഞങ്ങളെ കണ്ട ആൾമാർ ഞങ്ങൾ ഓട്ടോമാറ്റിക് നായകന്മാരാണ്. ഞങ്ങൾ നായക്കായിട്ട് ഞങ്ങളെ ആൾമാർ ഞങ്ങൾ അധികാരത്തിൽ തുള്ളുത്തില്ല പിടക്കൂല ഞങ്ങൾ ഓട്ടോമാറ്റിക് ഞങ്ങൾക്ക് അധികാരം കിട്ടില്ല. അപ്പൊ നായകടെ പണിയെടുക്കുന്ന ആൾമാർ ആകർഷണമാവട്ടെ ഞങ്ങളുടെ സ്വഭാവം ഞങ്ങളുടെ ഖിദ്മത്ത് ഞങ്ങളുടെ പ്രവർത്തനം നല്ല ചന്തത്തിലാവുമ്പത്തും ആൾമാർക്ക് ഞങ്ങൾ പ്രായത്തിൽ എത്ര ആൾമാരുണ്ട് റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, പാൻ കാർഡില്ല, അത് വിധവ മാസാസനം പണ്ടില്ല, അംഗവൈകല്യ മാസാസനം പണ്ടില്ല, ഇന്ത്യക്കും ബസ്സിൽ പെണ്ണുകൾ ഫ്രീ കുരിയില്ല. വേറെ വേറെ ഇതെല്ലാം നായായ യൂണിറ്റിൽ സ്പന്ദനായിട്ട് ತಿಂಗಳ ಚರ್ಚೆ ಆಗಿದೆ. ನಿಂಗೆ ಎಂದರೆಲ್ಲ ಹಾಕೊಂಡು ನನ್ನ ಸರ್ಕಲ್ ಸ್ಟೇಟ್ ಕಟ್ತಾರೆ ದೀರ್ಘಕಾಲ ಚಿಂತನ ಮಂಥನಾಗಿ ಕಟ್ತಾರೆ. ನಂಗೆ ಜೈ ಬೇಕು ನಂಗೆ ಬಹುಮಾನ ಬೇಕು ಎಂದು ನಮ್ಗೆ ಚೊಲ್ಲಿಲ್ಲ. ತೀಂಡ ಖಿದ್ಮತ್ತು ಎಲ್ಲ ಮೂವತ್ತು ನಡ್ಕೊಂಡು ಆ ನೆಲಕ್ಕೆ ನಡ್ಕೊಂಡು ಇನ್ಶಾ ಅಲ್ಲ ನಂಗೆ ಮೊದಲು ನಂಗೆ ಪ್ರತಿಯೊಂದು ಸರ್ಕಲ್ಗೆ ഒരു 4-6 സെലക്ട് ആകും. എല്ലാ യൂണിറ്റിലും കൂടിയിട്ട് ഒരു യൂണിറ്റിൽ ഒരു 4-5 കിട്ടില്ല. ನಂಗೆ 4 ഇരിയാൽ എപ്പം വരടിയുണ്ട് എന്തിനേക്കും കലാട്ടകല്ല ഏത് പ്രവർത്തനത്തെ ഹിദ്മത്ത് അങ്ങനെ നായക്കായിട്ട് നമുക്ക് കൊണ്ടുവരണം. ഞങ്ങളുടെ നായക്കന്മാരോട് പഞ്ചായത്തിലും ഒരു വഖഫിലും ഒരു ജില്ലാ മോത്തിലും ഞങ്ങളുടെ നേതാക്കന്മാരായിട്ട് പറഞ്ഞു. ഞങ്ങൾ സാധ്യത ചില മോത്തിലും ഞങ്ങളും ഒരു പഞ്ചായത്തിൽ എടുക്കോ ഞങ്ങളെ മുസ്ലിം ജമാഅത്തിന്റെ പേരിലല്ല ഞങ്ങൾ സപ്പോർട്ട് ആക്കിയിട്ട് ഞങ്ങൾ ഉൽഗത്ത സപ്പോർട്ട് ഞങ്ങളെ എന്നെങ്കിൽ കാരണം ആക്കിടകളിലൊക്കെ തിരിഞ്ഞിട്ടുണ്ടല്ലേ. ഗവൺമെന്റ് എല്ലാവരും ചൊല്ലുണ്ടാവും 85% 90% വോട്ട് നിങ്ങൾക്ക് മുസ്ലിംകൾ കിട്ടി തിരിഞ്ഞു നോക്കണമെങ്കിൽ പറയാം. ഞങ്ങൾ തിരിഞ്ഞു നോക്കണം എല്ലാം അങ്ങനെ പറ്റും. ഞങ്ങൾ പിന്നെ അവിടെ പക്കത്ത് അങ്ങ് പിന്നെ അവിടെ ചില മൊത്തം പാഠ പഠിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വോട്ടുകൾ ലിസ്റ്റ് ഞങ്ങളുടെ ലിസ്റ്റ് തന്നുകൊണ്ടുള്ള ഇൻഷാ അല്ലാഹ് പ്രത്യേക അംശ ഇടീ മഹല്ലത്ത് ഒരു യൂണിറ്റ് മഹല്ലത്ത് കംപ്ലീറ്റ് ഡാറ്റ സമ്പൂർണമായ ഒരു മാഹിതി ഞങ്ങളുടെ യൂണിറ്റിൽ വേണം. അത് യൂണിറ്റ് സർക്കിൾ കടത്തും. പ്രത്യേക യൂണിറ്റ് നടക്കുന്ന ചട്ടുവടിക്കുക സർക്കിളിനെ കേട്ടെടുക്കണം. നിങ്ങൾ കൊടുക്കണം. സഹകരണം എന്തെങ്കിലും ചെറിയ പണിയുണ്ട് കാലി യാസിൻ പോതിരെ മഹദറത്തുൽ മതി അത് വേണം. നമുക്ക് വേണമെന്നുണ്ടല്ല ദിക്റുമത് മാത്രം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എന്താണ് ഇന്നത്തെ തീരുമാന പ്രകാരം ഓരോ സെന്ററിലും ഞങ്ങൾ ദഅവ സെന്റർ ആക്കുന്ന പ്ലാൻ ഇട്ടുണ്ട്. BC റോഡിലോ പുത്തൂരിലോ അവിടെ ഓരോരോ സെന്ററിൽ ഞങ്ങൾ വേറെ വേറെ എല്ലാ സംഘടന 3 സംഘടന ഒന്നിച്ചിട്ട് അതെല്ലാം സഹകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹെമ്മ എല്ലാവരും ഖുശി നാണൊരു അൽഹംദുലില്ലാഹ് ആലിമീങ്ങൾ ആരിഫീങ്ങൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ വലിയ വലിയ മഹാന്മാർ നയിച്ചോട് വലിയൊരു പ്രസ്ഥാനത്തോർ മെമ്പറുകൾ എപ്പം ഖുശിപ്പെടണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈമാൻ കിട്ടി മരിക്കും. അത് മെയ്യാവും. അല്ലാഹു ഞങ്ങളെ പൊരുത്തപ്പെട്ട യഥാർത്ഥ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു ധാരാളം ദീർഘകാലം ഖിദ്മത്തെടുത്തിട്ട് ഖൈറായ മുഅ്മിനീങ്ങളായിട്ട് എല്ലാ നിലക്കും ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിച്ചിട്ട് ഈമാൻ കിട്ടി മരിക്കുന്ന മഹാഭാഗ്യശാലികൾ നിരന്തര സംഘടന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സംഘടന 2 വഴിയുണ്ട്.
മേളുടെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടണം, സോൺ കമ്മിറ്റിയായിട്ട്, പിന്നെ കീഴിലെ കമ്മിറ്റി അപ്പുറം ഇപ്പോൾ 2 മൂത്രവും കോൺടാക്ട് വെച്ചോണ്ട് സമ്പർക്കം വെച്ചോണ്ട് ഇത് 24 ഗണ്ട വേണ്ട. യൂസുഫ് സയ്യിദ് അല്ലേ, സയ്യിദ് എതിരായിട്ട് സയ്യിദ് വിജയിച്ചാൽ അല്ലാഹു തആല വിജയികളെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും പെടുത്തട്ടെ. നിരന്തര പണിയെടുത്തോണ്ട് അതുപോലെ ഓർത്തോർത്ത പണിയെടുത്ത് ഇൻഷാ അല്ലാഹ് നല്ല മാനിയ സർക്കിൾ, ഏറ്റവും നല്ല ജാമിഉം മാനിആയ സർക്കിളായിട്ട് അല്ലാഹു തആല വളർത്തുമാറാകട്ടെ. ചൊന്നിട്ടു ഇത്ര